രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ആയുധമെടുത്ത് കലഹിക്കുകയും ഒരു ഭാഗത്തോ രണ്ട് ഭാഗത്തോ ആൾനാശം സംഭവിക്കുകയും ചെയ്യുന്ന പോരാട്ടത്തെയാണ് യുദ്ധമെന്ന് പറയുന്നത്. മനുഷ്യചരിത്രത്തിൽ ഒട്ടനവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ചെറുതും വലുതുമായ യുദ്ധങ്ങൾ. ശാസ്ത്രത്തിൻ്റെ വികസനത്തോടൊപ്പം കണ്ടുപിടിക്കപ്പെട്ട ഒത്തിരി നൂതന ആയുധങ്ങൾ, ആ ആയുധങ്ങൾ നിമിത്തം പഴയ കാലം പോലെയല്ല, ഓരോ പുതിയ കാലങ്ങളിലുണ്ടാകുന്ന യുദ്ധങ്ങളിൽ കൂടുതൽ നാശനഷ്ടങ്ങളും ദൂരെ വ്യാപകമായ ദുരന്ത ഫലങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ വികസനം മനുഷ്യന് ഒരു വശത്തെ നന്മ സംഭാവന ചെയ്തതുപോലെ തന്നെ മറുവശത്തെ ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത വിനാശകരമായ ദോഷഫലങ്ങളും സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പല രാജ്യങ്ങളിൽ ഇപ്പോഴും സംഭവിക്കുന്നു, യുദ്ധങ്ങൾ തുടരുന്നു. ദൈവത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത്, ബൈബിൾ പറയുന്നത്, ദൈവം യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ദൈവത്തെ, യഹോവയെ വിശുദ്ധ ബൈബിൾ പരിചയപ്പെടുന്നു. എങ്കിലും മനുഷ്യൻ്റെ തിന്മ നിമിത്തം പലയിടങ്ങളിലും യുദ്ധം സംഭവിക്കുമെന്നുള്ള പ്രവചനം കൂടെ തിരുവെഴുത്ത് ഓർപ്പിക്കുന്നുണ്ട്. ലോകത്തിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെയും പ്രവചനം ബൈബിളിൽ നാം കാണുന്നില്ല. എന്നാൽ എല്ലാ യുദ്ധങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യേശു ചെയ്ത പ്രസ്താവന ശ്രദ്ധേയമാണ്. അന്ത്യകാലത്ത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും. അപ്പോൾ അവിടെവിടങ്ങളായി യുദ്ധം നടക്കും. ആ യുദ്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ ശ്രുതികൾ ലോകം മുഴുവൻ എത്തുമെന്ന് കർത്താവ് അരുളി ചെയ്തു. ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങളെക്കുറിച്ച് ഉള്ള കൃത്യമായ വിവരങ്ങൾ കേവലം വായനയിൽ കൂടെ മാത്രമല്ല, നേർക്കാഴ്ചകളായി മനുഷ്യന് മുമ്പിൽ എത്തുന്നൊരു കാലം കൂടിയാണ്. അന്ത്യകാലത്തിൻ്റെ ഒരു സൂചന നമുക്ക് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ കൂടെ ദർശിക്കുവാൻ കഴിയും. ഭാവി കാലത്ത് നടക്കേണ്ട ചില യുദ്ധങ്ങളെക്കുറിച്ചും തിരുവെഴുത്ത് മുന്നറിയിപ്പ് നൽകും. ഇസ്രായേലിനോട് ബന്ധപ്പെട്ടും സർവ്വലോകത്തോടും ബന്ധപ്പെട്ട് നടക്കുന്ന ചില യുദ്ധങ്ങളെക്കുറിച്ച് മാത്രമേ ബൈബിളിൽ പരാമർശമുള്ളൂ. ഒന്നാമത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് സങ്കീർത്തനം 83:4 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക, നീക്കിക്കളയുക, തുടച്ച് മാറ്റിക്കളയുക. അതിനുവേണ്ടി 10 രാജ്യങ്ങൾ, 10 ജനതകൾ ഒന്നിക്കുന്നൊരു ചിത്രമാണ് നാം അവിടെ കാണുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് പേർഷ്യൻ ഭരണകാലത്ത് ഹാമാൻ ഇസ്രായേൽ ജനതയെ, യഹൂദ ജനതയെ ഒന്നടങ്കം ഇല്ലാതാക്കുവാൻ എല്ലാ പദ്ധതിയും തയ്യാറാക്കി വിധി പുറപ്പെടുവിച്ചതാണ്. എന്നാൽ അന്ന് മൊർദെഖായും എസ്തേറും ദൈവഭക്തിയുള്ള യഹൂദ ജനതയൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് സാത്താൻ്റെ ആ പദ്ധതി പൊളിഞ്ഞുപോയി. ഇസ്രായേൽ ലോകം മുഴുവൻ ചിതറപ്പെടും. എന്നാൽ അന്ത്യകാലത്തിൻ്റെ മുന്നോടിയായി അവർ വീണ്ടും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരുമെന്നുള്ള ബൈബിൾ പ്രവചനം 1948 നിവർത്തിക്കപ്പെട്ടുകൊണ്ട് ആധുനിക ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായി. അങ്ങനെ സ്ഥാപിതമായാലും അവരൊരു ജനത, ഒരു രാഷ്ട്രമായി തുടരാതെ വണ്ണം നീക്കിക്കളയുവാനുള്ള പോരാട്ടം തൊട്ടടുത്ത വർഷങ്ങൾ തന്നെ ആരംഭിച്ചു. 1956 67 73 പ്രസിദ്ധമായ യുദ്ധങ്ങളെ അവർ തരണം ചെയ്ത് പിടിച്ചു നിന്നു. ദൈവത്തിൻ്റെ വലിയ പദ്ധതി എന്ന വണ്ണം, അന്ത്യകാല പ്രവചനങ്ങളുടെ നിവർത്തി എന്ന വണ്ണം, ആ തുടരുന്ന യുദ്ധത്തിന് ഒരു ശമനം തിരുവെഴുത്തിൽ സൂചനയുണ്ട്. അങ്ങനെ അവർക്കെതിരെയുള്ള യുദ്ധങ്ങൾക്ക് ഒരു ഇടവേള വന്ന്, ശമനം വന്ന്, അവർ സമാധാനമായി കഴിയുമ്പോൾ പെട്ടെന്ന് ശാന്തമായ അന്തരീക്ഷത്തിൽ മഴക്കോൾ കയറി വരുന്നത് പോലെ മറ്റൊരു യുദ്ധം ഉണ്ടാകുമെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. എഗസ്കേൽ 38:39. റഷ്യയുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു സൈന്യം, ഇസ്രായേലിന് വിരോധമായി നിൽക്കുന്ന അയൽ രാജ്യങ്ങളുടെ സൈന്യവും മറ്റ് ചുരുക്കം ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ
പിന്തുണയും. അങ്ങനെ ഒട്ടനവധി സൈന്യങ്ങൾ ഇസ്രായേലിയ പർവ്വത നിരകളിൽ പെട്ടെന്ന് യുദ്ധത്തിനായി ഇറങ്ങുന്ന ഒരു സംഭവം, ഒരു യുദ്ധം ഭാവിയിൽ, ആസന്ന ഭാവിയിൽ ഉണ്ടാകും. സമാധാനത്തോട് കഴിയുന്ന ഇസ്രായേൽ ജനതയെ ഇല്ലാതാക്കുക, ആ രാജ്യത്തിൻ്റെ കൊള്ളസമ്പത്ത് മുതലാക്കുക, സമ്പത്ത് അപഹരിക്കുക, നന്മയെ അപഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി. മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങൾ അതിനെ അപലപിക്കുകയും ചെയ്യുമെന്ന് ആ അധ്യായത്തിൽ സൂചന നാം കാണുന്നുണ്ട്. ഏതായാലും ആ യുദ്ധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. വിരോധമായി തീരുന്ന പ്രകൃതി ശക്തികളെ, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ കരം അവർക്ക് ഈ ഇറങ്ങുന്ന സൈന്യത്തിന് വിരോധമായി ചലിക്കുന്ന നിമിത്തം ആരും രക്ഷപ്പെടാതെ അന്ന് വന്നിറങ്ങുന്ന വിരോധ സൈന്യം മുഴുവൻ ഇസ്രായേലിയ പർവ്വത നിരകളിലും അയൽ രാജ്യങ്ങളിലുമായി കൊല്ലപ്പെടും. അവരുടെ ശവമടക്കി തീരുവാൻ 7 മാസങ്ങൾ എടുക്കുമെന്ന് തിരുവെഴുത്ത് അനേക സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രവചനമായി പറഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ നേതൃത്വത്തിലുള്ള യുദ്ധമാണ് ആസന്ന ഭാവിയിൽ നടക്കുന്ന യുദ്ധം. മറ്റൊരു യുദ്ധം മഹാപീഡനകാലത്ത് നടക്കുവാൻ സാധ്യതയുള്ള ഒരു ന്യൂക്ലിയർ വാറാണ്. വെളിപ്പാട് 9:16 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ 20 കോടി വരുന്ന ഒരു കുതിരപ്പടയെക്കുറിച്ച് കാണാം. തീയും ഗന്ധവും ഒക്കെ കത്തുന്ന ഒരു വലിയ യുദ്ധം. ലോകത്തിലെ ആളുകളിലെ 1/3 കൊല്ലപ്പെടുന്നൊരു യുദ്ധമായിരിക്കും അത്. അതിൻ്റെ ദോഷഫലങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. അത് ഒരു ന്യൂക്ലിയർ വാർ എന്ന് ബൈബിൾ പണ്ഡിതന്മാർ മനസ്സിലാക്കും. മറ്റൊരു യുദ്ധം ആകാശത്തിൽ നടക്കുന്ന യുദ്ധമാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ, അവരുടെ തലവനായിരിക്കുന്ന പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേലിൻ്റെ നേതൃത്വത്തിൽ ആകാശമണ്ഡലത്തിലുള്ള സാത്താന്യ സൈന്യങ്ങളോട് യുദ്ധം ചെയ്യുന്ന സംഭവത്തെക്കുറിച്ച്, ഭാവി സംഭവത്തെക്കുറിച്ച് വെളിപ്പാട് 12:6 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണും. അങ്ങനെ ആകാശമണ്ഡലത്തിലെ സാത്താനുള്ള പ്രവർത്തന പരിധികളെ നീക്കിക്കളഞ്ഞുകൊണ്ട് അവരെ പൂർണ്ണമായി ഭൂമിയിലേക്ക് തള്ളിക്കളയുന്ന ഒരു സമയം വരും. പിന്നത്തേതിൽ തങ്ങൾക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് ഈ സാത്താന്യ ശക്തികൾ ഭൂവാസികളെ അധികം പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കഷ്ടതയിലേക്ക് നയിക്കുകയും ചെയ്യും. അതാണ് 4ാമത്തെ യുദ്ധമായി നാം മനസ്സിലാക്കേണ്ടത്. 5ാമത്തെ യുദ്ധം ഹർമഗദോൻ യുദ്ധമാണ്. മഹാപീഡനകാലത്തിൻ്റെ ഒടുവിൽ എതിർക്രിസ്തു, കള്ളപ്രവാചകൻ സാത്താൻ എന്നിവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന 3 അശുദ്ധാത്മാക്കൾ ഭൂമിയിലെ പ്രബല ഭരണാധികാരികളുടെ അടുക്കലേക്ക് ചെന്ന് അവരെ വശീകരിച്ച് അവരെല്ലാം തങ്ങളുടെ സൈന്യങ്ങളെ ഇസ്രായേലിനെതിരെ അയക്കുന്ന ഒരു സമയം വരും. അവർ ഇസ്രായേൽ അതിൻ്റെ പരിസരത്തുള്ള ഹർമഗദോൻ എന്ന് പറയുന്ന കുന്നുകളിലും സമതലങ്ങളിലുമായി ഒന്നിച്ചു കൂടും. അതേ സർവ ഭൂമിയിൽ നിന്നുള്ള സൈന്യം, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള സൈന്യങ്ങൾ അവിടേക്ക് എത്തും, ഇസ്രായേലിനെതിരെ അണിനിരക്കും. എന്നാൽ മഹാപീഡനകാലത്ത് അവർ നേരിടുന്ന വലിയ ഉപദ്രവവും പീഡനവും നിമിത്തം ഇസ്രായേൽ അന്ന് യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിക്കുന്ന ഒരു സമയം കൂടെ സമാഗതമാകുന്ന പ്രത്യേക നിർണായക നിമിഷങ്ങളാണ്. ദൈവം അവരുടെ നടുവിൽ തന്നെ എഴുന്നേൽപ്പിക്കുന്ന 1,44,000 യഹൂദ സുവിശേഷകർ, മറ്റ് വ്യത്യസ്ത വിധങ്ങളിൽ അവരുടെ പക്കൽ ലഭിക്കുന്ന ബൈബിളിലെ പുതിയ നിയമം, പഴയ നിയമത്തിലെ പ്രവചനങ്ങളുമായി അവർ താരതമ്യം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാർ പണ്ട് ക്രൂശിക്കുവാൻ ആവശ്യപ്പെട്ട യേശുക്രിസ്തു തന്നെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്ന സാക്ഷാൽ മശിഹ. ആ ക്രിസ്തു കഷ്ടമനുഭവിക്കേണ്ടതും പിന്നത്തേതിലാണ് രാജാവായി വരേണ്ടതും എന്നുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞ് യേശു കർത്താവായി രക്ഷകനായി തങ്ങളുടെ അടുക്കൽ കടന്നു വരേണ്ടതിനായി അവർ ഹൃദയം നൊന്ത് കുലം കുലമായി, കുടുംബം കുടുംബമായി, ഗോത്രം ഗോത്രങ്ങളായി പ്രാർത്ഥിക്കുന്നൊരു സമയം വരും. ഒരു ജനത ഒന്നായി പിറക്കും, ക്രിസ്തുവിലേക്ക് അവർ ആയിത്തീരും. പണ്ടവർ അവിശ്വാസത്താൽ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ നിന്ന് മാറിപ്പോയെങ്കിൽ അവരുടെ വിശ്വാസം നിമിത്തം ദൈവം വീണ്ടും അവരെ ഒട്ടിച്ചു ചേർക്കും. അങ്ങനെ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നടക്കും. അവർ ദൈവത്തോട്, കർത്താവിനോട് പ്രാർത്ഥിക്കും.
കുത്തിയവെങ്കിലേക്ക്, ക്രൂശിക്കപ്പെട്ടവെങ്കിലേക്ക് അവർ നോക്കും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലേക്ക് അവർ നോക്കും. കർത്താവ് തങ്ങളുടെ രാജാവായി, തങ്ങളുടെ അധിപനായി കടന്നു വരേണ്ടതിനായി അവർ പ്രാർത്ഥിക്കും. അങ്ങനെ യേശു കർത്താവ് അവർക്ക് വേണ്ടി ഒലിവുമലയിൽ ഇറങ്ങി വരും. അന്ന് ഇസ്രായേലിനെ ആദ്യഭാഗങ്ങളിലെ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയും മാനസാന്തരം അവർക്കുണ്ടാകുന്നത്. യെരുശലേം പിടിക്കപ്പെടും, സ്ത്രീകൾ വഷളാക്കപ്പെടും, പലരും ചിതറിപ്പോകും എന്നൊക്കെ നാം സെക്കരിയാവ് 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. വെളിപ്പാട് 16-ന്റെ 14-ാം വാക്യം, യോവേൽ 3-ാം അധ്യായം, സെക്കരിയ 14-ാം അധ്യായം, വെളിപ്പാട് 19-ന്റെ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളൊക്കെ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ചുള്ള പ്രവചന പരാമർശങ്ങളാണ്. അത് നാം ചേർത്ത് പഠിക്കുമ്പോൾ ആദ്യ ഭാഗത്ത് ഇസ്രായേലിന് പരാജയം ഉണ്ടാവുമെങ്കിലും ആ പരാജയവും അവരുടെ മാനസാന്തരത്തിന് മുഖാന്തരമായി ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് കാരണമായി ഭവിക്കുന്നതിനാൽ അവരുടെ പ്രാർത്ഥന കേട്ട കർത്താവ് അവരെ രക്ഷിക്കേണ്ടതിനായി ഒലിവുമലയിൽ തൻ്റെ പാദം ചവിട്ടും. അന്ന് ഒലിവുമല ഒരടയാളമായി പിളരുമെന്നൊക്കെ സെക്കരിയാവ് പ്രവചിക്കുന്നുണ്ട്. ആ അടയാളങ്ങളൊക്കെ അന്ന് നടക്കുവാനിടയായി. കർത്താവ് എതിർ ക്രിസ്തുവിൻ്റെ സൈന്യത്തെ തോൽപ്പിക്കും. തൻ്റെ വായിലെ ശ്വാസത്താൽ ആയുധങ്ങൾ എടുക്കേണ്ടി വരികയില്ല. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചനം പിടിച്ച് ഗന്ധക തീപ്പൊയിലേക്ക് തള്ളിക്കളയും. അന്ന് ഇസ്രായേലിന് വിരോധമായി അവിടെ കൂടി വരുന്ന സൈന്യങ്ങളുടെ ശവം ഭക്ഷിക്കേണ്ടതിനായി ഒട്ടനവധി രാജ്യങ്ങളിലുള്ള കഴുകന്മാരും മറ്റും ഒത്തുകൂടുന്ന ഒരു സമയമായിരിക്കും. അങ്ങനെ ശുദ്ധീകരണവും ദൈവം ചെയ്യും. ഹർമഗദോൻ യുദ്ധത്തോടുകൂടെ ഇസ്രായേൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലേക്ക്, ഭരണത്തിന് കീഴിലേക്ക് വരും. തുടർന്ന് ഭൂമിയിൽ കർത്താവ് 1000 വർഷം സമാധാനത്തിൻ്റെ കാലം അനുവദിക്കും, ഐശ്വര്യത്തിൻ്റെ കാലം. തിന്മകൾ, പ്രകൃതി ദുരന്തങ്ങൾ, ദോഷങ്ങൾ, അകാല മരണങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ടതിനായി സാത്താനെ ബന്ധിച്ച് അഗാധകൂപത്തിലേക്ക് മാറ്റും. അങ്ങനെ ഭൂമി സമൃദ്ധി കൊണ്ടും സമാധാനം കൊണ്ടും ഐശ്വര്യം കൊണ്ടും കർത്താവിൻ്റെ ഭരണത്തിന് കീഴിൽ, നിയന്ത്രണത്തിന് കീഴിൽ ആയിത്തീരും. അവസാനത്തെ യുദ്ധം ഗോഗ് മാഗോഗ് യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. വെളിപ്പാട് 20-ന്റെ 7 മുതൽ 10 വരെ. ഈ 1000 വർഷത്തെ നല്ല ഭരണത്തിന് ശേഷം ഏറ്റവും അവസാനത്തെ യുദ്ധം ഭൂമിയിൽ നടക്കും. സാത്താൻ അല്പ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്ന നിമിത്തം അവൻ വീണ്ടും ഭൂമിയിലൊക്കെയും എല്ലായിടത്തും ചെന്ന് മനുഷ്യരെ, ജഡീകരായ മനുഷ്യരെ വശീകരിക്കും. സാത്താനില്ലാത്തതുകൊണ്ട് പാപം അതുവരെ അതിൻ്റെ തീവ്രതയിലില്ലായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ ജഡത്തിലുള്ള പാപം, ആ പാപം കൂടുതലായി ആസ്വദിക്കുവാൻ, കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന, ഏത് പാപവും ചെയ്യുവാനുള്ള അനുവാദവും സ്വാതന്ത്ര്യം നൽകുന്ന സാത്താൻ്റെ പുറകിന് ഒട്ടനവധി ആളുകൾ വീണ്ടും വന്ന് കൂടും. അവരെല്ലാം കൂടെ കർത്താവിൻ്റെ ഭരണകേന്ദ്രത്തെ, ഭരണനഗരത്തെ നശിപ്പിക്കേണ്ടതിനായി വീണ്ടും യെരുശലേമിന് ചുറ്റും വളയും. യേശുക്രിസ്തുവിനെ ഇല്ലാതാക്കുക, കർത്താവിൻ്റെ നിയമം മാറ്റുക, ഇതാണ് അവരുടെ ലക്ഷ്യം. പാപത്തിൻ്റെ തീവ്രതയിലേക്ക് പോകുക, മ്ലേച്ഛതയിലേക്ക് പോകുക. എന്നാൽ കർത്താവ് തീയിറക്കി ഈ ദുഷ്ടസൈന്യത്തെ നശിപ്പിക്കും. തുടർന്ന് അന്ത്യന്യായ വിധിയിൽ കൂടെ ഭൂമിയിലെ സകല അവിശ്വാസികളെയും കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവും സാത്താനും കടക്കുന്ന ഗന്ധക തീപ്പൊയിലേക്ക് എന്നും എന്നേക്കുമായി തള്ളിക്കളയും. പിന്നെ ഈ ഭൂമിയിൽ ഒരിക്കലും പാപം ഉണ്ടാകില്ല. പുതിയ ഭൂമിയെ സൃഷ്ടിച്ചുകൊണ്ട്, പുതിയ ആകാശം സൃഷ്ടിച്ചുകൊണ്ട് നിത്യതയിലെ ശ്രേഷ്ഠകരമായ, അതിശ്രേഷ്ഠകരമായ, സ്വർഗീയമായ നിർണയങ്ങൾ അവിടെ ആരംഭിക്കുക. ഇങ്ങനെ ഭൂമിയെക്കുറിച്ച്, തൻ്റെ ജനത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, പഴയ നിയമകാലത്ത് ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിനെ കുറിച്ച് ദൈവത്തിന് ശ്രേഷ്ഠകരവും കൃത്യവുമായ പദ്ധതികളുണ്ട്. മനുഷ്യൻ്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ തന്നെ ദൈവം തൻ്റെ പ്രവർത്തനങ്ങളെ, തൻ്റെ പദ്ധതികളെ, നിർണയങ്ങളെ ചരിത്രത്തിൽ നിവർത്തിക്കുന്ന കാഴ്ചയാണ് നാം ഇതുവരെയും കണ്ടത്. ഇനിയും ഭാവിയിലും അത് പൂർണ്ണമായി വെളിപ്പെട്ട് ദൈവത്തിൻ്റെ രക്ഷാകരമായ, ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ ചേർന്ന് നിൽക്കുന്ന ഏവരെയും അവിടുന്ന് രക്ഷിച്ച് നിത്യ ജീവൻ, നിത്യമായ സ്വർഗീയ ജീവൻ നൽകും. കർത്താവിൻ്റെ ആ ശ്രേഷ്ഠ പദ്ധതിക്ക് അനുയോജ്യമായി ജീവിതം നയിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച്
ഈ ഭൂമിയിലെ ജീവിതത്തെ സന്തോഷപ്രദമാക്കാം. നിത്യതയിലെ ജീവിതം, കർത്താവിനോട് ചേർന്നുള്ള ആ അതിവിശുദ്ധ ജീവിതം, ശ്രേഷ്ഠ ജീവിതം, അത് പ്രാപിക്കേണ്ടതിനായി അനുനിമിഷം അനുദിനം നമുക്കൊരുങ്ങാം. അതിനായി ദൈവം കൃപ പകരട്ടെ. ആമേൻ.